എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Two of Pentacles, Five of Pentacles, Knight of Cups, Ace of Wands, Knight of Wands, King of Cups. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ടു ഓഫ് പെൻഡക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗങ്ങളെ കുറച്ച്, അതായത് എത്ര ശമ്പളം, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം പ്രൊമോഷൻ കിട്ടുന്നുണ്ടാവാം, പ്രൊമോഷൻ ലഭിക്കുന്നു, അല്ലെങ്കിൽ അതായത് പ്രൊമോഷനായിട്ട് ഇന്ന് ഹയർ പൊസിഷനിലോട് കൂടിയിട്ട് എന്നുള്ള രീതിയിലാവും, അതല്ലെങ്കിൽ ശമ്പള വർധനവ് മാത്രമായിട്ട് എന്നുള്ള രീതിയിലാവും പൊതുവെ. എന്നിരുന്നാലും സാമ്പത്തികം എപ്പോഴും അത്രയ്ക്കും ഇങ്ങോട്ട് തികയുന്നില്ല എന്നുള്ള രീതി, എപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും റോൾ ചെയ്യേണ്ടെന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എത്ര ശ്രമിച്ചാലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ചില ആഡംബരങ്ങളോ, അല്ലെങ്കിൽ ആഡംബരം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ അതിനെ കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന മറ്റെന്തെങ്കിലും ചില കാര്യങ്ങളുണ്ടാവും. ആ ചില കാര്യങ്ങൾ ഒന്ന് ഒഴിവാക്കിയാൽ മതിയാകും എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒന്ന്. പിന്നെ പൊതുവിലൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും, അതായത് എന്തെങ്കിലുമൊക്കെ ചിലവുകളായിട്ടുണ്ടാകും. അപ്പോൾ അത് ഈ ഒരു മാസത്തെ കാര്യം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ഒരു വരുമാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു വരുമാനം ഉള്ളവരാണെങ്കിൽ, ഈ സൈഡായിട്ട് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതുവഴി പണം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, സാമ്പത്തികം. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞ സ്ഥിര വരുമാനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ കഴിച്ചു പോകാം എന്നുള്ള രീതിയിൽ പോകുന്നു എന്നുള്ളത്. എന്നിരുന്നാലും ഈ ഒരു മാസം തരക്കേടില്ലാതെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. വേറെ പല പാഴ്ചെലവുകളൊക്കെ ഒഴിവാക്കി നിർത്തുക നല്ലതായിരിക്കും. അതാ ഈ ഒരു മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കുക. ഇന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മാസത്തിൽ നിന്ന് അടുത്ത മാസത്തിലേക്ക് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. അതായത് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കാനോ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കി വെക്കേണ്ടി വരും. ജോലി സംബന്ധമായിട്ട് ഒരു തരത്തിൽ നല്ല കാര്യമാണ്, കാരണം ഈ ഒരു മാസം പ്രൊമോഷൻ, ശമ്പള വർധനവും ലഭിക്കുന്നുണ്ട്. ഈ മാസം ലഭിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇത് വരുന്നത് ഈ മാസം ആയതുകൊണ്ട് ഈ മാസം അവസാനമായിരിക്കും അതിൻ്റേതായിട്ടുള്ള കാര്യം. അപ്പോൾ വരുന്ന മാസത്തേക്ക് ഈ മാസം ലഭിക്കുന്ന ചില കാര്യങ്ങൾ വരുന്ന മാസത്തിലേക്കായിരിക്കും നിങ്ങളുടെ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. കാരണം ശമ്പള വർധനവുണ്ടെങ്കിലും അത് ലഭിക്കുന്നത് ഈ ഒരു മാസം അവസാനമായിരിക്കുന്നത് കൊണ്ട് നെക്സ്റ്റ് മന്തിലേക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലോ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അതേപോലെ തന്നെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഏസ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലായിട്ടുള്ള കാര്യങ്ങളല്ല, അത് നമ്മളുടെ കൺട്രോളിൽ ആക്കാൻ ശ്രമിക്കാതിരിക്കാം. അതേസമയം നമ്മുടെ കൺട്രോളിലായിട്ടുള്ള കാര്യങ്ങൾ നല്ല തൃപ്തിയോടും വ്യക്തതയോടും കൂടിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചിലത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്, നിങ്ങളുടെ കൈകളിലല്ല. പക്ഷേ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ആലോചനയാണ്, ഇതെങ്ങനെ ശരിയാവും എന്നുള്ളത്. പക്ഷെ അതിപ്പോൾ തൽക്കാലം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികം ആലോചിക്കാതിരിക്കുക, അതിൻ്റെ വഴിക്ക് വിടുക. ഇപ്പോൾ നിങ്ങളുടെ കൺട്രോളിലല്ല, ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ റെഡിയായി വരുന്നുണ്ട്. അത് നിങ്ങളുടെ കൺട്രോളിലേക്ക് വരുമ്പോൾ ആണ് നിങ്ങൾ സ്റ്റെപ്സ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് ആക്ഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയ സമയമല്ല, മറിച്ച് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പ്രപഞ്ചശക്തിക്ക് വിടുക. കാര്യങ്ങളൊക്കെ റെഡിയായി വരുമ്പോൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് സൈഡ്. എന്തൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് സംഭവിക്കാത്ത കാര്യങ്ങൾ, ഇത് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ, ആ ഒരു രീതിയിലേക്ക് പോകാതെ പോസിറ്റീവായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ലൈഫിൽ. ആ പോസിറ്റീവ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊമോഷനോ ശമ്പള വർധനോ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു മാസം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സന്തോഷിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പല ആളുകളെ സംബന്ധിച്ച് വിക്ടറി, സക്സസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, സെലിബ്രേഷൻ ഉണ്ട് ഈ ഒരു, അതായത് പ്രൊമോഷൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സെലിബ്രേഷൻ ഉണ്ടാവാം. ചെറിയ കാര്യങ്ങൾ, അതായത് ചെറിയ രീതിയിലുള്ള ഒരു വർധനമാണെങ്കിൽ പോലും അതൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് നിങ്ങളുടെ അധ്വാനത്തിന് ഉള്ള ഫലമാണ്.
അപ്പോൾ അത് കൊച്ചായിട്ടെങ്കിലും ആഘോഷിക്കുക. ആഘോഷം എന്ന് പറയുമ്പോൾ എപ്പോഴും വലിയ രീതിയിൽ പൈസ ചിലവാക്കിയിട്ടുള്ള രീതിയിലായിരിക്കണമെന്നില്ല. അവിടെയാണ് വീണ്ടും പറയുന്നത് ഇൻ്റലിജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, അമിതമായിട്ട് കുറേ പൈസ ചിലവാക്കി വലിയ ഒരു രീതിയിൽ എന്നുള്ളതല്ല. ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടിയിരുന്ന് ഒരുമിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഹോട്ടലിൽ പോകുന്നതിന് പകരം വീട്ടിൽ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ സഹായകരമായിരിക്കും. കാരണം അപ്പോൾ നിങ്ങളുടെ ഫിനാൻസ് ബാധിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണത്. അതേപോലെ 5 of Pentacles ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് വെച്ചാൽ പെട്ടെന്നുള്ളൊരു സക്സസ് അല്ല നിങ്ങളെ സംബന്ധിച്ച് ലൈഫിൽ വരുന്നത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ സ്റ്റഡി ആയിട്ടുള്ള സക്സസ് ആണ്. അപ്പോൾ സ്റ്റഡി ആയിട്ടുള്ളൊരു സക്സസ് ആകുമ്പോൾ എപ്പോഴും അത് നിലനിൽക്കും. പെട്ടെന്നുള്ള സക്സസ് നമ്മളെപ്പോഴും അറിയാം, ആ ഒരു ഗ്രാഫ് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് വരും. അപ്പോൾ അത് അതേപോലെ തന്നെ പെട്ടെന്ന് പുറകോട്ടേക്ക്. അപ്പോൾ ഇത് സ്റ്റേബിൾ ആയതുകൊണ്ട് അത് ലോങ് ടേമിലേക്ക് നിലനിൽക്കുന്ന ഒരു വിജയ സാധ്യതയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് നിങ്ങൾക്കൊരു സർപ്രൈസ് തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സർപ്രൈസ് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി അല്ലെങ്കിൽ ചില ആളുകൾ കണ്ടു, ഇത് പറഞ്ഞാൽ എല്ലാവരിലും അല്ല, നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്തുന്നു, ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തുന്നു. അതേപോലെ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ജീവിത പങ്കാളിയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു രീതിയിലുള്ള ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രണയം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, പിന്നീട് അത് പ്രണയത്തിലേക്ക് ഒരു പ്രൊപ്പോസലായിട്ട് വരുന്നതുമാകാം. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വരുന്ന ഒരു 8 വർഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നൊരു മാറ്റം, 8 വർഷത്തോളം മിനിമം നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്ന ഒരു മാറ്റമായിരിക്കും ഈ ഒരു മാസം സംഭവിക്കുന്ന പല കാര്യങ്ങളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു. വൈകാരികമായിട്ട് നിങ്ങൾ ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിലാണ്. ചിലപ്പോൾ വീട് നിങ്ങളിപ്പോൾ നിങ്ങൾ ജനിച്ചതും വളർന്നതും കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ ജീവിക്കുന്നതും ആ വീട്ടിലായിരിക്കും. അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ മാറുന്നുണ്ടാവാം. അതേ വീട്ടിൽ നിന്ന് മാറാതെ നിങ്ങൾ ചിലപ്പോൾ ഒരു വിദേശത്തേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മാറുന്നതോ. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ അധികം മാറി നിന്നിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇപ്പോൾ പാരൻസ് നാട്ടിൽ നിൽക്കുകയും നിങ്ങൾക്ക് മാറേണ്ടി വരുന്ന സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനവും അങ്ങനെയുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ ഇച്ചിരി നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. എന്തെങ്കിലും നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഇപ്പോൾ ലൈഫിലൊരു ചില കാര്യങ്ങളൊരു പോസ്, അതായത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ചില കാര്യങ്ങളിൽ നടക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ ഈ ഒരു സമയത്ത് പറയേണ്ടുന്ന ചില കാര്യം, നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയമാണ്. കഠിന പ്രയത്നം ചെയ്യുന്ന സമയം. ഈ കഠിന പ്രയത്നവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ഇതാവുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് വേണം എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ ടൈം കണ്ടെത്തുക. ഇപ്പം ചില ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ശനി ഞായറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം അല്ലെങ്കിൽ ശനിയാഴ്ച പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ രാത്രി കുറേ നേരം വർക്ക് ചെയ്യും. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, അമിതമായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എക്സ്ട്രാ ലീവ് എടുക്കുക, എക്സ്ട്രാ ഇരിക്കേണ്ടി വന്നാൽ പിറ്റൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അതിന് ഓവറായിട്ട് അത് പണിയെടുക്കാതിരിക്കുക. ചില ആളുകൾക്ക് അതിന് പൈസ പോലും കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ കമ്പനി പറയുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാം, പക്ഷേ ഒരു പരിധി വരെ. അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ, റിലാക്സ് ചെയ്യാൻ ടൈം കണ്ടെത്തുക. പിന്നെ ഈ ഒരു മാസം ഒന്ന് നിങ്ങൾ കുറച്ച് ദൈവികമായിട്ടുള്ളതോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് വിട്ട് കളയാതെ അതിൽ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല. ദൈവികമായിട്ട് ഉള്ള കാര്യത്തിലോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലോ നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക, അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുക. അതൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ക്ഷേത്രങ്ങളോ പള്ളികളോ സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ളതല്ല, പറ്റണം. ഈ ഒരു മാസത്തിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളെ റിലീസ് ചെയ്യാൻ അത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.